ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ റിയാന. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. ഇന്ന് ഈ രോഗാവസ്ഥ മിക്ക ആളുകളെയും കണ്ടുവരുന്ന ഒന്നാണ്. എന്താണ് വെരിക്കോസ് വെയിൻ? എന്തൊക്കെയാണ് അത് കാണാൻ ബുദ്ധിമുട്ടുകൾ? ആരിലേക്കാണ് ഇത് കണ്ടുവരുന്നത്? എന്താണ് അതിന്റെ ചികിത്സാ രീതി? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണ് വെരിക്കോസ് വെയിൻ? രക്തക്കുഴലുകൾ, അതായത് വെയിൻസ് അല്ലെങ്കിൽ സിരകള് തടിച്ചു വീർത്ത് വരുന്നതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായും കണ്ടുവരുന്നത് കാലുകളിലാണ്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം എത്തുന്നത് ഹൃദയത്തിൽ നിന്നാണ്. എന്നാൽ ഈ രക്തം തിരിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി എവിടെ തന്നെ എത്തണം? തിരിച്ച് നമ്മുടെ ഹൃദയത്തിലോട്ടേക്ക് തന്നെ എത്തണം. മുകളിൽ നിന്ന് രക്തം താഴേക്ക് എത്താൻ എളുപ്പമാണ്. പക്ഷേ താഴെ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലോട്ടേക്ക് രക്തം എത്തണമെങ്കിൽ നമ്മുടെ മസിൽസ് ഒരു പമ്പ് പോലെ സഹായിക്കണം. ഒരു ഉദാഹരണത്തിന് ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് അമർത്തിയാൽ മാത്രമേ എന്തേ ഉള്ളൂ? പേസ്റ്റ് മുകളിലോട്ടേക്ക് വരുള്ളൂ, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ മസിൽസ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വെയിൻസിൽ നിന്നും ബ്ലഡ് ഹൃദയത്തിലോട്ടേക്ക് പമ്പ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ മസിൽ, കാൽമുട്ടിയും താഴെയുള്ള മസിൽ, അതായത് കാഫ് മസിൽ. അതുകൊണ്ട് തന്നെ അതിനെന്തും പറയും? സെക്കൻഡ് ഹാർട്ട് എന്നും പറയാറുണ്ട്. മുകളിലേക്ക് പോയ രക്തം തിരിച്ച് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് വാൾവുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെയിൻസിനകത്ത് എന്തുണ്ട്? വാൾവുകളുണ്ട്, അല്ലെങ്കിൽ അടപ്പുകളുണ്ട്. ഇതൊരു വൺ വേ ഡോറ് പോലെയാണ്. അതായത് മുകളിലേക്ക് പോയ രക്തം തിരിച്ച് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ വാൾവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വണ്ടി കയറ്റം കയറുമ്പോൾ അതിന് ബ്രേക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ വണ്ടി തിരിച്ച് താഴോട്ടേക്ക് തന്നെ വരും, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ വെയിൻസിന്റെ വാൾവുകളുടെയും അവസ്ഥ. എന്താണ്? നമ്മുടെ വാൾവ് ദുർബലമാണെങ്കിൽ അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ മുകളിലോട്ടേക്ക് പോയ രക്തം എന്ത് ചെയ്യും? തിരിച്ചു താഴോട്ടേക്ക് തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യും? രക്തം കൂടുതൽ എന്ത് ചെയ്യും? താഴെ തന്നെ തങ്ങി നിൽക്കുകയും അത് കാരണത്താൽ അവിടെ എന്തുണ്ടാവും? നീർക്കെട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻസ് ഉള്ള പേഷ്യൻസിൽ നമുക്ക് കാലിൽ എന്ത് കാണാൻ പറ്റുന്നത്? നീർക്കെട്ട് കാണാൻ പറ്റുന്നത്. ഇത്തരത്തില് നീർക്കെട്ടുണ്ടാകുന്ന സമയത്ത് നമ്മുടെ വെയിൻസിലുള്ള എന്ത് ചെയ്യും? പ്രഷർ കൂടും. അത് കാരണത്താല് ചെറിയ തോതില് ബ്ലഡ് ലീക്ക് ആവുകയും അതിലുള്ള അയണ് നമ്മുടെ സ്കിന്നില് അടിഞ്ഞുകൂടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ചില ആൾക്കാരുടെ കാലുകൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? നിറം മാറ്റം, അല്ലെങ്കിൽ കറുപ്പ് നിറം കാണാൻ വേണ്ടി പറ്റുന്നത്. വെള്ളം ഒരു സ്ഥലത്ത് ദീർഘകാലം എന്താണ് കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിന്റെ ചൂരുകൾ എന്ത് സംഭവിക്കും? നിറമാറ്റം സംഭവിക്കുന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ കാലിൽ എന്ത് ചെയ്യുന്നത്? അശുദ്ധ രക്തം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ സ്കിന്നിൽ അയണ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ കാലിന് എന്ത് ചെയ്യുന്നത്? നിറം മാറ്റം സംഭവിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ അശുദ്ധ രക്തം നമ്മുടെ കാലിൽ ദീർഘകാലം കെട്ടിക്കിടക്കുന്ന സമയത്ത് അവിടെ വരികയും അത് പൊട്ടി അൾസറാവുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഈ വെരിക്കോസ് വെയിനുള്ള പേഷ്യൻസിനുള്ളിൽ കണ്ടുവരുന്നത്. ഈ വെരിക്കോസ് വെയിൻ കാരണത്താൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കാല് വേദന അല്ലെങ്കിൽ കടച്ചിൽ എന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ ഈ വെരിക്കോസ് വെയിൻ കൊണ്ട് എന്താണ്? യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ കാണുമ്പോഴുള്ള പ്രശ്നമല്ലാതെ അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റു ചില അവസ്ഥ അതല്ല. എന്താണ്? അവർക്ക് ഇതുകൊണ്ട് എന്താണ്? കാല് വേദനയും കടച്ചിലൊക്കെ കാണാറുണ്ട്. ഇനി ഈ വെരിക്കോസ് വെയിൻ കൂടുതലായും കണ്ടുവരുന്നതായെന്ന് വെച്ചാൽ ഒന്ന് ഫാമിലി ഹിസ്റ്ററിയാണ്. അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അമിതവണ്ണം, ഇതെന്ത് ചെയ്യും? നമ്മുടെ കാലിലുള്ള വെയിൻസുകളില് കൂടുതൽ പ്രഷർ ചെലുത്തും. അത് കാരണത്താൽ എന്തുണ്ടാവാം? വെരിക്കോസ് വെയിനാണ്. പിന്നെ സാധാരണമായി കണ്ടുവരുന്നത് പ്രഗ്നൻസി ടൈമിലാണ്. ഒരുപാട് ഹോർമോണുകളുടെ വ്യതിയാനം കാരണത്താലും അതേപോലെ തന്നെ നമ്മുടെ വയറിലെ പ്രഷർ കൂടി വരികയാണ്, അല്ലെ? അത് കാരണത്താലും അതെന്ത് ചെയ്യും? നമ്മുടെ കാലിലെ നരമ്പുകളിൽ അല്ലെങ്കിൽ കാലുകളിലെ വെയിൻസുകളില് അത് പ്രഷർ ചെലുത്തുകയും അത് കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ വെരിക്കോസ് വെയിൻ കണ്ടുവരാണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥ താൽക്കാലികമാണ്. അതായത് ഡെലിവറി കഴിഞ്ഞൊരു ഏകദേശം 3 മാസത്തിലൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായും മാറി വരാറും ഉണ്ട്. അടുത്തത് പ്രായം. ഈ പ്രായം കൂടുന്തോറും എന്ത് ചെയ്യും? നമ്മുടെ വാൾവുകൾ അല്ലെങ്കിൽ വെയിൻസിലുള്ള വാൾവുകൾ എന്ത് ചെയ്യും? ദുർബലമാവുകയും അത് കാരണത്താൽ എന്താ ഉണ്ടാവാം? വെരിക്കോസ് വെയിനുകൾ ഉണ്ടാകാം. പിന്നെ ചലനത്തിന്റെ അഭാവം, അതായത് ഒരാൾ ദീർഘനേരം ഇരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരിലും നമുക്ക് ഈ വെരിക്കോസ് വെയിൻ കണ്ടുവരാറുണ്ട്. കാരണം എന്താ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ വെയിൻസിൽ നിന്നും രക്തം മുകളിലോട്ടേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യം കൂടി ഉണ്ട്? മസിൽസിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഈ കൂടുതൽ സമയം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മസിൽസ് അവിടെ പ്രവർത്തിക്കുന്നില്ല. അത് കാരണത്താൽ എന്ത് ചെയ്യില്ല? നമ്മുടെ ബ്ലഡ് മുകളിലോട്ടേക്ക്
പമ്പ് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഇത്തരക്കാരിൽ വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത്. അതായത് കൂടുതലും അധ്യാപകരിൽ, അതേപോലെ തന്നെ ഡ്രൈവർമാരിലും ഒക്കെ. ഇതില് നിങ്ങൾ വെരിക്കോസ് വെയിൻ ഉള്ളവരാണെങ്കിൽ കൃത്യമായ വ്യായാമം ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഭാരമുള്ളവരാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടി നോക്കുക. കൂടാതെ തന്നെ യുനാനിയില് വെരിക്കോസിന് വളരെ ഫലപ്രദമായ മെഡിസിൻസും അതേപോലെ തന്നെ ചികിത്സാ രീതിയുമുണ്ട്. അതിലൊന്നാണ് വെനീസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു നീഡിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വെയിൻസിൽ നിന്നും ഡയറക്റ്റ് ബ്ലഡ് കുത്തിയെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ വെനീസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി കഞ്ചഷൻ കുറയും, അവിടെയുള്ള രക്തോട്ടം കൂടുകയും ചെയ്യും. അതെന്തിനു സഹായിക്കും? അവിടെയുള്ള മുറിവുകൾ ഉണങ്ങാനും വേദന കടച്ചിലുകളൊക്കെ കുറയാനും സഹായിക്കാറുണ്ട്. പലപ്പോഴും ഈ വെയിൻസ് തടിച്ചതാണെന്നില്ല. ഈ കാലിൽ ഒരുപാട് നീരൊപ്പുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ വെയിൻസ് നമുക്ക് തടിച്ചു കാണുന്നില്ല. മനുഷ്യ അവർക്ക് എന്താണ്, കാല് കടച്ചില്, അതേപോലെ തന്നെ കാല് ചൊറിച്ചില്, നിറം മാറ്റം, ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ എന്ത് ചെയ്യാം, ഒരു നല്ല ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് കാരണത്താൽ ഉണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസുകളെ തടയാൻ വേണ്ടി സാധിക്കും. ഇത്രയാണ് വെരിക്കോസ് വെയിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോകൾ വീണ്ടും കണ്ടു.